മനുഷ്യ ജീവിതത്തിലെ നന്നാവാനുള്ള, സ്വർഗത്തിലെത്താനുള്ള, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അതിശക്തമായ ആഗ്രഹം. ആ ആഗ്രഹമാണ് ഒരു സത്യവിശ്വാസിയുടെ മുഖമുദ്ര. അത് സാധിച്ചെടുക്കാൻ എന്തു വേണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടായിരിക്കണം. കാരണം എൻ്റെയും നിങ്ങളുടെയും ഖബറിലെ ചോദ്യത്തിന് ചെറിയൊരു സമയമേ അവശേഷിക്കൂ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ. ഉദാഹരണമായി ജുമ കഴിഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു എന്ന് കരുതുക. അയാളുടെ ചോദ്യം ചെയ്യൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നടക്കും. നമ്മൾ ഈ ഖബർ, പരലോകം, വിചാരണ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്തുന്ന മരണവും മരണാനന്തരമായ കാര്യങ്ങളും എന്തോ എവിടെയോ ദൂരെ എങ്ങോ സംഭവിക്കാനുള്ള ഒരു കാര്യം പോലെയാണ് പിശാച് പലപ്പോഴും നമുക്ക് തോന്നിപ്പിക്കുക. അത് വളരെ അടുത്താണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നടക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ടാണല്ലോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ദിവസം 20 തവണ മരണത്തെക്കുറിച്ച് ഓർക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യന് ജീവിതത്തിൽ 24 മണിക്കൂർ കിട്ടുമ്പോൾ അതിലെ ഒരു വലിയ ഭാഗം നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്നതിൻ്റെ ബാക്കിയുള്ള മണിക്കൂറുകളിലാണ് ലോകത്ത് സൃഷ്ടികളിൽ ഉത്തമനായ, മഅസൂമായ അഥവാ പാപസുരക്ഷിതനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ഒരു ദിവസത്തിൽ മരണത്തെ ഓർത്തു എന്നത് നാം മനസ്സിലാക്കേണ്ടത്. അത് റസൂലുള്ളാഹിയുടെ കാര്യമല്ലേ? അവരൊക്കെ വലിയ ദറജയിലല്ലേ? ആ വലിയ ദറജയിലുള്ള നരകരക്ഷ ഉറപ്പാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസം പല പ്രാവശ്യം മരണത്തെ ഓർത്തെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരു തരത്തിലാണ്. നമ്മളൊക്കെ എത്ര തവണ ഓർക്കണം? നരകരക്ഷയുടെ കാര്യത്തിൽ സംശയമില്ലാത്ത റസൂലുള്ളാഹിയുടെ നിലപാട് അതാണെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കണം എന്ന നിലക്കാണ് നമ്മുടെ ചിന്ത പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ദീനീ ജീവിതം എന്ന് പറയുന്നത് സമാധാനവും ശാന്തിയും നൽകുന്നതാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ സ്വാലിഹ്, ഒരു നല്ല മനുഷ്യൻ എന്ന ഒരു നിലപാടിലെത്തിയെന്ന് കരുതുക. സഹോദരീ സഹോദരന്മാരെ, എന്ത് നഷ്ടമാണ് ദുനിയാവിൽ ആ വ്യക്തിക്കുണ്ടാവുക? ഒരാൾ ദീനിയായി ജീവിച്ചു, എന്ത് നഷ്ടമാണ് ഉണ്ടാവുക? സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്നു, നഷ്ടങ്ങളൊന്ന് എണ്ണി പറയൂ. സുബഹ് ജമാഅത്തിന് പള്ളിയിൽ പോകുന്നു, നഷ്ടം എന്താണ്? രാവിലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, രാവിലത്തെ ദിക്റുകൾ ചൊല്ലുന്നു, ളുഹറിന് മുമ്പ് ഒരു 11:30 സമയമാകുമ്പോൾ 2, 4, 8 എത്രയാണെങ്കിലും ളുഹാ നമസ്കരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ കളവ് പറയണ്ട എന്ന് തീരുമാനിക്കുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ കാണിക്കണമെന്ന ഉറച്ച തീരുമാനമെടുക്കുന്നു. സക്കാത്ത് കൊടുക്കാത്ത 5 രൂപ എൻ്റെ കയ്യിൽ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. പലിശയിലൂടെ എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന പ്രശ്നമേയില്ല, എന്ത് പ്രതിസന്ധി വന്നാലും പലിശയെ തൊടില്ല എന്നൊരാൾ തീരുമാനിക്കുന്നു. എന്നോട് ഇങ്ങോട്ട് തെറ്റിയാലും ഒരാളോടും അങ്ങോട്ട് പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഒരു വ്യക്തി തീരുമാനമെടുക്കുന്നു. ഈ തീരുമാനങ്ങൾ എടുത്താൽ ഇനി ബാധ്യതകളുടെ കാര്യത്തിൽ സ്വന്തം കുടുംബം, മാതാപിതാക്കൾ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, ജനങ്ങൾ, വഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം. മൊത്തം ജനങ്ങളോട് നമ്മൾ ഇടപെടേണ്ട ഒരായത്തിൻ്റെ ഒരൊറ്റ ഭാഗം, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം. ഈ ഒരു നിലപാട് നാം സ്വീകരിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന നഷ്ടങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യൂ. എന്ത് നഷ്ടമാണ് വരാനുള്ളത്? എന്നാൽ നേരെ തിരിച്ച് ഒരു വ്യക്തി സുബഹിയായിട്ടും എഴുന്നേൽക്കുന്നില്ല, ലോകം മുഴുവനും എഴുന്നേറ്റ് ജീവിതം ആരംഭിക്കുമ്പോൾ 6 മണി കഴിഞ്ഞ് 7 മണിയോടടുക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നു. എന്ത് ലാഭം? അതുകൊണ്ട് എന്ത് ലാഭമാണ് ഈ നിഷേധത്തിൻ്റെ, നന്ദികേടിൻ്റെ ഉറക്കം നൽകിയ റബ്ബ് ഉറക്കം അവസാനിപ്പിക്കാൻ പറഞ്ഞ സമയത്ത് അവസാനിപ്പിക്കാതെ വീണ്ടും എക്സ്ട്രാ എടുത്താൽ അതുകൊണ്ടുള്ള ഗുണമെന്ത്? ഒരു വ്യക്തി കളവ് പറഞ്ഞാലുള്ള ഗുണമെന്ത്?
പലിശയുമായി ബന്ധപ്പെട്ടാലുള്ള ഗുണമെന്ത്? സക്കാത്ത് കൊടുക്കാതിരുന്നാലുള്ള ഗുണമെന്ത്? മാതാപിതാക്കളെ അവഗണിച്ചാലുള്ള ഗുണമെന്ത്? കുടുംബ ബന്ധങ്ങൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ എന്ത് ഗുണമാ ഉള്ളത്? അപ്പോൾ സഹോദരീ സഹോദരന്മാരെ, ഇസ്ലാം പ്രകൃതി മതമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്നത് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇസ്ലാം. അതുകൊണ്ട് ആ ഇസ്ലാമിക ജീവിതം നയിക്കുക വഴി ഇഹലോകത്തും പരലോകത്തും സമാധാനവും ശാന്തിയും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് ജീവിതത്തിൽ നിലനിർത്തണമെങ്കിൽ ഇസ്ലാമികമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പമായിരിക്കണം. ഇവിടെ ഒറ്റക്ക് നിൽക്കാൻ പറ്റാത്ത നിലപാട്, ഒറ്റക്ക് എന്നുള്ള പരിപാടിയില്ല. മൊത്തം എടുത്തു നോക്കൂ, ഒരു കൂട്ടായ്മ കാണാം. ഉറുമ്പുകളുടെ ലോകത്തെടുത്തു നോക്കൂ, പക്ഷികളുടെ അവരുടെ പ്രയാണം എടുത്തു നോക്കൂ. ധാരാളക്കണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന മത്സ്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. കൂട്ടമായി അവർ യാത്ര ചെയ്യുന്നു. ഇതേപോലെ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് കൂട്ടമായി നിൽക്കുക, ജമാഅത്ത് നമസ്കാരം, അവരവരുടെ വീട്ടിലൊരു പള്ളി ഉണ്ടാക്കി അവിടുന്ന് നിസ്കരിക്കാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്. എല്ലാവർക്കുമായൊരു അള്ളാഹുവിൻ്റെ ഭവനം, ആ ഭവനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നു. സക്കാത്ത് നിങ്ങൾ സംഭരിച്ചത് അർഹർക്ക് എത്തിച്ചു കൊടുക്കുക, അവിടെയും കൂട്ടായ്മ. എല്ലാ സ്ഥലത്തും അറഫ, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ, എല്ലാം അത് മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് കൽപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പമായിരിക്കണം. ഏറ്റവും വലിയ സത്യം എന്താ? ഈ ലോകത്തുള്ള ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ആ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അത് ജീവിക്കുന്ന ആ ആളുകളോടൊപ്പമായിരിക്കണം, സത്യവാന്മാരോടൊപ്പമായിരിക്കണം നിങ്ങൾ ഉണ്ടാകേണ്ടത്. നമ്മുടേതുപോലെയുള്ള, ഇന്ത്യയുടേതുപോലെയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമികമായ ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റുമോ? അതിൽ പോയി ചേരാൻ പറ്റുമോ എന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന്റെ പ്രത്യേകത, ഇവിടെ നിരീശ്വരവാദികൾക്ക് ദൈവമില്ല എന്ന് പറയുന്നവർക്ക് കൂട്ടായ്മയുണ്ട്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഓതിയിട്ട് മനുഷ്യന്മാരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്നു. ഒരിക്കലും മക്കയിലെ അബൂജഹലും കൂട്ടരും വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അല്ലല്ലാത്തോലെ വിളിച്ചോളി എന്ന് പറഞ്ഞിട്ടില്ല. അവർ ഖുർആൻ തന്നെ അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറയാണ്, നിങ്ങൾ ജാറത്ത് പോയിക്കോളൂ, നിങ്ങൾ അല്ലല്ലാത്തോലെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ. അതിന് സംഘടന, അതിന് പ്രസിഡന്റ്, സെക്രട്ടറി, അതിന് സമ്മേളനം. അതേപോലെ തന്നെ വേശ്യകൾക്ക് സംഘടന, അതേപോലെ സ്വവർഗരതിക്കാർക്ക് സംഘടന. എന്തിനാ ഇവിടെ സംഘടന ഇല്ലാത്തത്? ഇങ്ങനെയുള്ളൊരു രാജ്യത്ത്, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ രാജ്യത്ത് തൗഹീദും സുന്നത്തും പ്രചരിപ്പിക്കാൻ, വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കാമോ? നിങ്ങളത് ഉണ്ടാക്കണം, നിങ്ങളതിൽ പോയി ചേർന്നിരിക്കണം എന്ന് സാഹചര്യം മനസ്സിലാക്കി പണ്ഡിതന്മാർ പറഞ്ഞ ഉടനെ ആ പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം ഉദ്ധരിച്ചത് ഈ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്വാദിഖീൻ, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ സത്യവാന്മാരോടൊപ്പമായിരിക്കണം എന്ന സൂറത്തു തൗബയിലെ ഈ ആയത്താണ്. അപ്പൊ സഹോദരി സഹോദരന്മാരെ, നമ്മളൊരു തെറ്റായ റൂട്ടിൽ അത് വേണ്ട എന്ന് നമ്മുടെ ചുമരിൽ തട്ടി നമ്മൾ ആ തിന്മയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരു സുഹൃത്ത് നമുക്ക് വേണ്ടേ? നമ്മൾ പലിശയിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംവിധാനം നമുക്ക് വേണ്ടേ? നമ്മുടെ തെങ്ങിന്റെ മുകളിൽ നിന്നൊരു തേങ്ങട്ട എന്ന് പറഞ്ഞ് താഴെ വീണു, പക്ഷെ ഒരു തുള്ളി വെള്ളം പുറത്തു വരില്ല. കാരണം എന്താണെന്നറിയാമോ? ആ വെള്ളവും
അതിനുള്ളിലെ തേങ്ങയും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പുറത്ത് നമ്മൾക്കൊരിക്കലും നഖം കൊണ്ട് ചുരണ്ടാൻ പറ്റാത്ത അത്രയും ശക്തമായ കോട്ടിംഗ്, അതിൻ്റെ ഉള്ളിൽ ചകിരി, അതിൻ്റെ ഉള്ളിൽ ശക്തമായ ചിരട്ട, അതിൻ്റെയും ഉള്ളിലാണ് തേങ്ങയും വെള്ളവും കിടക്കുന്നത്. അതുകൊണ്ടാണ് ശക്തമായി താഴെ വീണാലും വെള്ളം പുറത്തേക്ക് വരാത്തത്. ഇതേപോലെ നമുക്കൊരു സംരക്ഷണ കവചം വേണം, ഒരു സംരക്ഷണ കവചം. ഏതാണ്? ഇടക്ക് സ്വഹാബത്തിരിക്കും, ഒന്ന് ഇരിക്ക്, നമുക്ക് ഈമാൻ കൂട്ടല്ലേ, നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കല്ലേ, ഒരിങ്ങനെ കൂടിയിരിക്കുകയാണ്. കൂടിയിരുന്നിട്ട് ദീനിയായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈമാൻ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. അങ്ങനെയല്ലാതെ നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചെന്നായ പിടിക്കും. ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളൂ, എൻ്റെ മനസ്സിലെ ആൾക്കാരോ ഈമാനിൻ്റെ മനസ്സിലുണ്ട്. മനസ്സിലുള്ളത് പ്രകടമായി പുറത്തു കാണും, ജനങ്ങളെ കാണിക്കാനല്ല. ഈമാനുണ്ടോ അവൻ പള്ളിയിലുണ്ടാകും, ഈമാനുണ്ടോ അവൻ്റെ ജീവിതത്തിൽ അത് പ്രകടമാകും. അപ്പൊ അതുകൊണ്ട് അത് പ്രകടമാകുന്ന അവസ്ഥ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആ സാഹചര്യം ഉണ്ടാകണം, നമ്മുടെ മക്കൾക്ക് ആ സാഹചര്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ആരുമായി കൂട്ടുകൂടുന്നു എന്ന് ശ്രദ്ധിക്കണം. കാരണം കൂട്ടുകൂടുന്നവന്റെ മതത്തിലായിരിക്കുന്ന ഒരു നിരീശ്വരവാദിയുമായിട്ടാണ് കൂട്ടുകൂടുന്നതെങ്കിൽ അവന് ചായ കുടിക്കുമ്പോൾ സംസാരിക്കാനുള്ളത് മതത്തെ പരിഹസിക്കുന്ന വാചകങ്ങളായിരിക്കും. അത് കേട്ടിരിക്കേണ്ടി വരില്ലേ? പാടില്ല. അതുകൊണ്ട് ആരുമായി കൂട്ടുകൂടണമെന്നത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിന്റെ അർത്ഥം മറ്റു മതങ്ങളുമായി സംസാരിക്കാൻ പാടില്ലെന്നോ അവരെ ശത്രുക്കളായി കാണണമെന്നല്ല. മറിച്ച് പ്രകൃത്യ മനുഷ്യത്വപരമായ സ്നേഹം എല്ലാവരോടും മനുഷ്യനുണ്ടാകും, അത് സ്വാഭാവികമാണ്. എന്നാൽ ആത്മബന്ധം, വലിയ എന്ന ബന്ധം, ആ ബന്ധം നമ്മെ പരലോകത്തേക്ക് ഒരുക്കാൻ തയ്യാറാകുന്ന, നമ്മെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു ഈമാനികമായ വർധനവ് നമുക്ക് നൽകാൻ സാഹചര്യമാകുന്ന, നിങ്ങൾ ലോകത്ത് ഏത് പണ്ഡിതന്മാരെ എടുത്തോളൂ, ലോകത്ത് സേവനം ചെയ്ത ആളുകൾ എടുത്തോളൂ, അതിന്റെ പിന്നിൽ ഒരു നല്ല ഉമ്മയുണ്ടാകും, ഒരു നല്ല മാതാവുണ്ടാകും. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തത്വം പരിശോധിച്ചാൽ മനസ്സിലാകും, ഒരു വ്യക്തി വിവാഹം ചെയ്യപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മക്കളോടുള്ള ബാധ്യത ആരംഭിക്കുന്നു. ഒരു ചെറുപ്പക്കാരന്റെ വിവാഹം നടക്കുന്നതിന് മുമ്പ്, വിവാഹം നടക്കും മുമ്പ് വരാനിരിക്കുന്ന കുട്ടികളോടുള്ള ബാധ്യത ആരംഭിക്കുന്നു. അതെന്ത് വർത്തമാന? കല്യാണം കഴിച്ചാലല്ലേ കുട്ടികൾ ഉണ്ടാകുക, അപ്പൊ തന്നെ ബാധ്യത തുടങ്ങുക? അല്ല, വരാനിരിക്കുന്ന കുട്ടികളുടെ മാതാവാരാണെന്ന് തീരുമാനിക്കുന്നിടത്ത് കുട്ടികളോടുള്ള ബാധ്യത ആരംഭിക്കുന്നു. കാരണം തെരഞ്ഞെടുക്കുന്ന ഇണ ദീനില്ലാത്തതാണെങ്കിൽ, നമസ്കരിക്കാത്തവളാണെങ്കിൽ, ദീന് ഖുർആൻ ഓതാൻ പോലും അറിയാത്തതാണെങ്കിൽ കുട്ടിക്ക് ഫാത്തിഹ തെറ്റിയാൽ എങ്ങനെ ആ വരാനിരിക്കുന്ന ഭാര്യ പറഞ്ഞു കൊടുക്കും? അതുകൊണ്ട് അത്രയും പ്രധാനമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ തുടക്കമായ വിവാഹം പോലുമെന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കൂട്ടായ്മയിൽ, ഒരു നല്ല സാഹചര്യത്തിലാണ് എന്ന് ഉറപ്പുവരുത്തണം. ഒരു മഹല്ല്, ആ നല്ല സാഹചര്യത്തെ ഒരു മഹല്ല് സൃഷ്ടിച്ചാൽ ആ മഹല്ലിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. ഇന്ന് പലപ്പോഴും മഹല്ലുകൾ എന്ന് പറയുന്നത് ഹൗലിൽ വെള്ളം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനും അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും വരിസംഖ്യ വാങ്ങാനും തുടങ്ങിയ കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നു. ആ പള്ളിക്ക് പെയിന്റ് അടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ മഹല്ലിന്റെ പരിധിയിലുള്ള ആളുകൾക്ക് ദീനെത്തിച്ചു കൊടുക്കാൻ, അവിടെ വളർന്നു വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ദീനീ വിദ്യാഭ്യാസം കൊടുക്കാൻ, അവിടെ വിവാഹ ആഭാസങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ എത്ര വലിയ ദൗത്യങ്ങൾ ഒരു മഹല്ല് ഈ പറഞ്ഞ രൂപത്തിൽ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വരാൻ തീരുമാനിച്ചാൽ നമുക്ക് ലഭിക്കാനുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം മതപരമായ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ നമസ്കരിക്കുന്നത് പോലെ യാ ബുനയ്യ അഖിമിസ്സലാ, പൊന്നു മകനെ, പ്രിയപ്പെട്ട മകനെ, നീ നമസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നീ നന്മയെ കൽപ്പിക്കണം, തിന്മയെ വിരോധിക്കണം. വസ്ബിർ അലാ മാ അസ്വാബക്, നിനക്ക് ബാധിച്ചതിൽ നീ ക്ഷമ കൈക്കൊള്ളണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണത്. അപ്പോൾ നമസ്കാരം നമുക്ക് ബാധ്യതയാണ് എന്നതുപോലെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. തീർന്നില്ല, ക്ഷമ കൈക്കൊൾ. ക്ഷമയെപ്പോലെ, നമസ്കാരത്തെ പോലെ ഒരു ഷെറിന്റെ മുമ്പിൽ, ഒരു തിന്മയുടെ മുമ്പിൽ കണ്ണടക്കുന്ന പ്രശ്നം ഒരു സത്യവിശ്വാസിക്ക് വരില്ല. കാരണം അവൻ അതിന്റെ തൊട്ടപ്പുറത്ത് നരകത്തെ കാണും. ഇതനുസരിച്ചാൽ, ഇത് ചെയ്താൽ, ഇത് കുടിച്ചാൽ, ഇതിലേക്ക് ഏർപ്പെട്ടാൽ
പടച്ചവന്റെ ശിക്ഷ വരും. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റും. അവന്റെ മുഖം അത് പ്രകടിപ്പിക്കും, വെറുപ്പ്. അതാ റസൂലുള്ള പറഞ്ഞത്, ഏറ്റവും അൽഅഫായ അവസ്ഥ ഒരു തിന്മ കാണുമ്പോൾ അതിനോട് വെറുപ്പെങ്കിലും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ കാര്യം മഹാകഷ്ടം. അതുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ആ വീട് നശിക്കും. വീട്ടിൽ ആരും സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, ആരും അത് പറയുന്നില്ല. ആ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? ആരും ഒരു വീട്ടിൽ സുബഹിക്ക് എഴുന്നേറ്റാൽ ഇരുന്നാൽ ആരും അത് പറയുന്നില്ലെങ്കിൽ അവിടെ ചുമതലപ്പെട്ട ഏതെങ്കിലും വ്യക്തി ഇത് ശരിയല്ലല്ലോ, ഇത് നരകത്തിന്റെ കിടത്തമാണല്ലോ, ഇത് പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ട സമയമാണല്ലോ എന്നൊരു ഉമ്മ തീരുമാനിച്ചാൽ ആ വീടിന് മാറ്റമുണ്ടാകും. ഒരു ഉപ്പ തീരുമാനിച്ചാൽ ആ വീടിന് മാറ്റമുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ വീട് കള്ളുഷാപ്പായാലും ഒരുപക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. മോനം കയറിപ്പോയി കൂട്ടുകാരൊപ്പം മുകളിലേക്ക് പോയതാ, അരേ കുപ്പിണ്ട്, ഒരതിന് മുകളിൽ പോയി കള്ളു കുടിച്ചാൽ. ഒരു വീട്ടിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇല്ലെങ്കിൽ അത് വേശ്യാലയമാകാൻ സാധ്യതയുണ്ട്, അത് മദ്യപാനത്തിന്റെ കേന്ദ്രമാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീട് ഒരു നാട്ടിൽ, ഞാൻ എന്റെ കാര്യം നോക്കി പറയാം, വേറെ ആരെ കാര്യം എന്നോട് പറയണ്ട, ഞാൻ എന്റെ കാര്യം നോക്കാന്ന് എല്ലാരും അങ്ങോട്ട് തീരുമാനിച്ചാൽ ആ നാട് നശിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അൻ മുൻകർ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വളർന്നു വരുന്ന കുട്ടികൾക്ക് ദീൻ കിട്ടാത്ത വിഷമം നമ്മൾ അനുഭവിക്കുന്നില്ലേ? പലരും കൗൺസിലിങ്ങിന് വരുന്നു. എൻ്റെ മോൾ ഒരു അമുസ്ലിം, സഹിക്കാൻ പറ്റുന്നില്ല, ഒരു അമുസ്ലിമുമായിട്ടാണ് എൻ്റെ മകൻ ഈ രൂപത്തിലേക്ക് എത്തിപ്പോയി, MDMA അകപ്പെട്ടു എന്ന ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇതെങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ മക്കൾ എങ്ങനെ അവിടെ എത്തുന്നു? അതിന്റെ സാഹചര്യമാണ് പ്രശ്നം. ആ മക്കൾക്ക് കൊടുക്കുന്ന ദീനിയായ സാഹചര്യത്തെക്കുറിച്ചുള്ള ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മയുടെ കുത്തൊഴുക്കാണ് ചുറ്റുഭാഗങ്ങളുള്ളത്. ആ സന്ദർഭത്തിലും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനെന്ത് വേണം? ഉള്ളിൽ ഇന്ധനം വേണം. ആ ഇന്ധനം നമ്മുടെ മകന്റെ, നമ്മുടെ മകളുടെ, നമ്മുടെ ഭാര്യയുടെ, കുടുംബാംഗങ്ങളുടെ മനസ്സിലുണ്ടോ എങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ, ഏത് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റും. ഇതല്ല ജീവിതം, യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നു. അതാ ആ ഖബറിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട് എന്ന ബോധ്യം നമ്മുടെ മകനും മകൾക്കും എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് ആ ദീനിയായ സാഹചര്യം ഒരുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ബോധപൂർവമുള്ള ശ്രദ്ധയാണ് ആ വിഷയത്തിൽ വേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ദീനിൽ നിന്നും നാം അകന്നാൽ ശക്തമായ പരീക്ഷണങ്ങൾ വ്യക്തി എന്ന നിലക്കും സമൂഹം എന്ന നിലക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ബനൂ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അവരിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാതെ മാറി നിന്നവരെയും ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല. നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല, അവർ തിന്മയൊന്നും ചെയ്തില്ല, പക്ഷേ ആ നല്ല പ്രവർത്തനത്തോടൊപ്പം ഉൾപ്പെടാത്തവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷിച്ച കാര്യം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒട്ടേറെ പരീക്ഷണങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തിനുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, സംസ്ഥാനത്തുണ്ട്. ഓരോ ഇഷ്യൂ വരുമ്പോഴും നാം കൂടുതൽ ചിന്തിക്കണം. ഏറ്റവും അവസാനം നമ്മൾ കേൾക്കുന്നത്, ഒരു മുസ്ലിം സ്ത്രീക്ക് മുസ്ലിം സ്ത്രീയായി ജീവിക്കാൻ പറ്റില്ല. അവൾ മുസ്ലിം സ്ത്രീയായി ജീവിക്കാൻ പറ്റില്ല. ഒരു കന്യാസ്ത്രീക്ക് കന്യാസ്ത്രീയായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു ശബരിമല പോകുന്ന അയ്യപ്പ ഭക്തന് ആ ഡ്രസ്സ് ധരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. മുസ്ലിം സ്ത്രീയാണോ, അവളുടെ തട്ടം സ്കൂളിന്റെ പുറത്ത് കഴിച്ചു വെക്കണം. കാരണം ഇവിടെ ഒരു നിയമാവലിയുണ്ട്. ആ നിയമാവലി എന്താണ്? ആ നിയമാവലിയിൽ ഇന്നതാണ്. ആ നിയമാവലി ഈ പറഞ്ഞപ്പെട്ട സ്കൂളിൽ അങ്ങനെ ഒരു നിയമാവലി ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സഹോദരങ്ങളെ, ഇത് പറയാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടുന്നു? ഇത് പറയാനുള്ള ധൈര്യം കിട്ടുന്നത് നൂറുകണക്കിന് കുട്ടികൾ തട്ടമടിച്ചു വെച്ച് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധൈര്യം. അതുകൊണ്ട് നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കണം.
ഒരു മുസ്ലിം സ്ത്രീയുടെ യൂണിഫോം എന്താണ്? മതപരമായി അവരുടെ ഔറത്ത് എന്താണ്? മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗം മറക്കണം. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് സീനത്തിന്റെ വിഷയത്തിൽ മുഖം ഉൾപ്പെടുമെന്നും അതുകൊണ്ട് മുഖം മറക്കണം എന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതനെയും പരിഹസിക്കാൻ നമുക്ക് പാടില്ല. കാരണം സ്വഹാബാക്കൾ ചെയ്ത കാര്യമാണ്. അത് നിർബന്ധമാണോ അല്ലേ എന്ന കാര്യത്തിൽ മാത്രം ചിലരെങ്കിലും മുഖം മറക്കുന്നതിനെ പരിഹസിക്കുന്നു. പാടില്ല. കാരണം സ്വഹാബ വനിതകൾ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പരിഹസിക്കാൻ പാടില്ല. നിർബന്ധമാണോ അല്ലേ എന്ന കാര്യത്തിൽ ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്തൊരു സഹോദരി, അവളുടെ മുഖത്തേക്ക് മറ്റുള്ളവർ നോക്കുന്നുവെങ്കിൽ അവൾക്ക് എന്താ, അവരുടെ മുഖം മൂടിയാൽ എന്താ പ്രശ്നം? പൊതു ഇടങ്ങളിൽ എന്താ പ്രശ്നം മുഖം മൂടിയാൽ? അപ്പൊ അതുകൊണ്ട് പരിഹസിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി അത് മനസ്സിലാകും. ജാഹിലിയ്യ കാലഘട്ടങ്ങളിൽ മഹാനായ വിശുദ്ധ ഖുർആൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതിത്തരുന്നു. സൂറത്ത് അഹ്സാബിലെ 33-ാമത്തെ ആയത്തിൽ വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, പഴയ അജ്ഞാതകാലത്തെ സൗന്ദര്യ പ്രകടനം പോലെ നിങ്ങൾ സൗന്ദര്യ പ്രകടനം നടത്തരുത്. സൗന്ദര്യ പ്രകടനം പാടില്ല. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്താണ് സഹോദരന്മാരെ? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയാണ് പ്രധാനം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ടച്ചിങ് ആണ് പ്രധാനം. ഇത് ഇസ്ലാം പഠിപ്പിക്കണ്ട. നമ്മൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒന്ന് പഠിച്ചു നോക്കിയാൽ ആ കാര്യം ബോധ്യമാകും. അതുകൊണ്ട് തന്നെ അവളുടെ മാറിടത്തിലേക്ക് മൂടുപടം താഴ്ത്തിയിടണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു സ്ത്രീയുടെ സ്ഥനം പുറത്ത് കാണുക എന്നതിന് സമമാണ് ഒരു പുരുഷന്റെ ലിംഗം ഇങ്ങനെ മുഴച്ചു കണ്ടാൽ എങ്ങനെ ഉണ്ടാകും? ശരിക്കും മനസ്സിലാക്കണം. ഒരു പുരുഷന്റെ ലിംഗം മുഴച്ച് കാണുന്നതിന് സമമാണ് ഒരു സ്ത്രീയുടെ സ്ഥനം മുഴച്ച് അത് മറക്കണം. അതാണ് ഇസ്ലാമിന്റെ യൂണിഫോം, അതാണ് ഇസ്ലാമിന്റെ നിയമം. നിന്റെ ഭാര്യ അത് ചെയ്യുന്നോ, നിന്റെ മകൾ അത് ചെയ്യുന്നുവോ അതിനനുസരിച്ച് വ്യാഖ്യാനിക്കാനല്ല ഇസ്ലാം. മറിച്ച് നീ അതിന് ഉത്തരവാദിത്തമുണ്ട് പരലോകത്ത്. നിനക്കൊരു മകളെ നൽകിയിട്ട്, നിനക്കൊരു ഇണയെ നൽകിയിട്ട് ആ ഇണക്ക് ഇസ്ലാമികമായ വസ്ത്രധാരണം നീ കൊടുത്തോ, എനിക്കതിലൊന്നും വിശ്വാസമല്ല. പരലോകത്തന്നെ വിശ്വാസമല്ല. സോറി, അവരോട് ഇത് സംസാരമില്ല. ഇവിടെ തന്നെ ജീവിതമുള്ളൂ. ഈ ജീവിതം കഴിഞ്ഞാൽ പിന്നെ മണ്ണിൽ അങ്ങോട്ട് വെച്ചാൽ കഴിഞ്ഞു. പിന്നെ അതങ്ങ് എഴുതി വെച്ചാൽ പിന്നെ വെള്ളിയാഴ്ച ജുമാന്റെ സമയം നഷ്ടപ്പെടുത്തുണ്ടല്ലോ. ആ സമയം പുറത്തെവിടെയെങ്കിലും ചെലവഴിച്ചാൽ പോരെ. നമ്മുടെ സംസാരം യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സത്യവിശ്വാസികളോടാണ് നമ്മുടെ സംസാരം. സത്യവിശ്വാസികളല്ലാത്തവരും മതത്തിന്റെ അനിവാര്യത കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ്. പറഞ്ഞതിന്റെ ചുരുക്കം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നിയമാവലി ഉണ്ടാക്കാൻ ആർക്കും ഇവിടെ അധികാരമില്ല. മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ പറയാണ്, ഈ സ്കൂളിൽ വരുന്ന മുഴുവൻ പെൺകുട്ടികളും അവളുടെ കൈ മുഴുവനും മറക്കണം. യൂണിഫോമിന്റെ ഡ്രസ്സിൽ ഇവിടെ ചേരുന്ന ഹൈന്ദവ പെൺകുട്ടികളും ക്രൈസ്തവ പെൺകുട്ടികളും എല്ലാവരും മുൻകൈ ഒഴിച്ചുള്ള ഭാഗം മറക്കണം എന്ന് പറഞ്ഞാൽ എത്ര ധർണ അവിടെ ഉണ്ടാകും, എത്ര പ്രകടനം നടക്കും, എത്ര ചാനൽ ചർച്ച ഉണ്ടാകും. അത് പാടുണ്ടോ? ഇത് താലിബാൻ ആവുകയാണോ? ഇത് ഇസ്ലാമിക രാജ്യമാവുകയാണോ? എന്താ ഈ കാട്ടുന്നത്? അതേ കാര്യം ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ ഡ്രസ്സ് ധരിച്ചു എന്നതിന്റെ പേരിൽ 1 മണിക്കൂർ വെയിലത്ത് നിന്നിട്ട് എന്തേ ആ ഒരു വികാരം വരാത്തത്? അതാണ് ഇസ്ലാമോഫോബിയ. എല്ലാ മാസവും മാർച്ച് 15 ഐക്യരാഷ്ട്രസഭ, അത് മുസ്ലിങ്ങളല്ലല്ലോ ഐക്യരാഷ്ട്രസഭയിൽ ഭൂരിപക്ഷവും, അവർ തീരുമാനിച്ചു ഇസ്ലാം പേടി ഇവിടെ വ്യാപിക്കുന്നുണ്ട്. അതിനെതിരിൽ ലോകത്ത് മൊത്തം ബോധവൽക്കരണം വേണം. അതുകൊണ്ട് സഹോദരന്മാരെ, അവിടെ നമുക്ക് ചെയ്യാനുള്ളതൊന്ന് ബോധവൽക്കരണമാണ്. 2, പടച്ചവന്റെ സഹായത്തിന് നമ്മൾ അർഹരാവുക. അങ്ങനെ അർഹരാകണമെങ്കിൽ നമ്മൾ ഇസ്ലാമികമായി ജീവിക്കണം. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ഭാര്യമാർ നാളെ പരലോകത്തൊരു ചോദ്യചിഹ്നമായി വരാൻ പാടില്ല. അതുകൊണ്ടാണ് വിവാഹ സന്ദർഭങ്ങളിൽ പോലും എന്തിനാണ് വിവാഹിതയാകുന്ന പെൺകുട്ടിയുടെ ആ വീഡിയോ എടുത്ത് അവളുടെ സൗന്ദര്യം ലോകത്തുള്ള മുഴുവൻ ഗ്രൂപ്പുകളിലേക്കും അയച്ച് കഴുകന്മാർക്ക് ആസ്വദിക്കാൻ കൊടുക്കുന്നത്? അശ്ലീലതയല്ലേ, വൃത്തികേടല്ലേ? അത് അവളെ കാണേണ്ടത് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനല്ലേ? എന്തിനാണ് ലോകത്തുള്ള അതാണ് അജ്ഞാത കാലത്തെ ജാഹിലിയ കാലത്തെ സൗന്ദര്യ പ്രകടനം പാടില്ല എന്ന് 33-ാം അധ്യായത്തിലെ 33-ാമത്തെ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ നമ്മുടെ വീടും നമ്മുടെ വിവാഹങ്ങളും നമ്മളും എവിടെ നിൽക്കുന്നു? അപ്പോൾ ഒരു പൊതുവൽക്കരണം വരുന്നപ്പോൾ മൊത്തത്തിൽ അങ്ങനെയാണ്. എന്താണ് ഇപ്പോൾ ചെയ്യുക? ഇത് ചെയ്യാനുള്ള കാര്യം
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അങ്ങനെയായിരുന്നു, അപരിചിതമായൊരവസ്ഥയായിരുന്നു ഇസ്ലാം. പിന്നീട് അത് വ്യാപിച്ചു. അതുപോലെ നാം ഉറച്ചു നിൽക്കുക. അപ്പോൾ ഇതിന്റെ ഒക്കെ ഇടക്ക് സഹോദരങ്ങളെ നമ്മളങ്ങ് മരിച്ചു. ഇവിടെ കുറെ ഇപ്പൊ ഈ വിവാദം കഴിഞ്ഞ് അടുത്ത വിവാദം അടുത്ത പ്രാവശ്യം വരും, അത് കഴിഞ്ഞ് നമ്മെ തെരഞ്ഞെടുപ്പ് വരും, അങ്ങനെ അതിന്റെ ഇടക്ക് നമ്മളങ്ങ് മരിച്ചു. ഇവിടെ ഒക്കെ ശരിയാക്കിയിട്ടൊന്നും ഇവിടെ ആർക്കും മരിക്കാൻ പറ്റൂല. നമ്മളങ്ങ് കബറിലെത്തും, പിന്നെ നമ്മുടെ ലോകം കഴിഞ്ഞു, പിന്നെ അവിടെ നമുക്ക് ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് ഈ ലോകം മൊത്തം നമ്മൾ എല്ലാവരും എല്ലാം മരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും സമാപനം നിശ്ചയിച്ച സന്ദർഭത്തിൽ നടക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. അതൊരു മനുഷ്യന്റെ കാര്യമാണ്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, തീർച്ചയായും തീരുമാനത്തിന്റെ ദിവസം, സമയം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിനൊരു മരണമുണ്ട്, ഈ പ്രപഞ്ചത്തിന് മൊത്തം ഒരു മരണമുണ്ട്, അതും നിശ്ചയിച്ചു. അതെപ്പോഴാ നമുക്കറിയാത്തതുപോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സമാപനവും. അത് കഴിഞ്ഞാൽ വട്ടപൂജ്യമായിരുന്നുവെങ്കിൽ ജുമ നമുക്ക് പിരിച്ചുവിടാമായിരുന്നു, ഖുർആൻ നമുക്ക് പഠിക്കാതിരിക്കാമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞാൽ വട്ടപൂജ്യമല്ല, മറിച്ച് യഥാർത്ഥ ജീവിതമാണ്. അതാണ് ജീവിതം. ആ ജീവിതത്തിലേക്കുള്ള യാത്രയിൽ തുറന്ന പുസ്തകമായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്, തിരു ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രകാശത്തിലേക്ക്, ആ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് ഒഴുകിയെത്താൻ, അത് കൂടുതൽ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഓരോ വിഷയമെടുത്താലും അത്ഭുതപ്പെട്ടു പോകും. ഇസ്ലാം പറഞ്ഞ ഏതെങ്കിലും ഒരു നിയമം ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ലെന്ന് സമർത്ഥിക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇസ്ലാമിനെ നാം അറിയുക, പഠിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ മക്കൾക്ക് ഇസ്ലാമികമായ സംസ്കാരം ചെറുപ്പത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അവർക്കൊരു കാറോ ബൈക്കോ വാങ്ങിക്കൊടുക്കലല്ല, ഒരു ഫോൺ വാങ്ങിക്കൊടുക്കല. അതൊക്കെ നമുക്ക് ചെയ്യാം ഇഷ്ടത്തിന്റെ പേരിൽ. പക്ഷേ മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഇസ്ലാമികമായ ശിക്ഷണമാകുന്നു. അത് പിന്നീട് ആ മക്കൾക്ക് സ്വയം കിട്ടൂല. അവർക്ക് അത്ര ബോധമില്ലാത്തൊരു സമയത്ത് വാപ്പ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഉമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. വാപ്പ പള്ളിയിൽ പോകുമ്പോൾ ഒപ്പം പള്ളിയിൽ പോവുക. അത് കളവ് പറയാൻ പാടില്ല എന്ന് പറയും. വീട്ടിന്റെ പുറത്തൊരാള് യാചകം വന്നാൽ ഇവിടെ ആരും ഇല്ല മോനെ നല്ല, അങ്ങനെ പറഞ്ഞ കുട്ടി കളവ് പിടിക്കുക. 10 ഉറുപ്യ കൊടുക്കും മോനെ. ആ കുട്ടി ആ ചെറിയ പ്രായത്തിൽ കൊടുക്കുന്നു. അങ്ങനെ ആ കുട്ടികൾക്ക് ഇസ്ലാമികമായ ശിക്ഷണം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത അവസ്ഥയിൽ എൻ്റെ മോനും മോളും വളർന്നാൽ ഒന്നാം പ്രതി ഞാനായിരിക്കുമെന്ന ബോധ്യത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ റബ്ബിന്റെ സഹായമുണ്ടാകും. ദീനി ജീവിതം നയിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. സാമ്പത്തിക